മലേഷ്യയിലെ ഏറ്റവും വലിയ അക്വേറിയത്തിന്റെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. കൊലാലംപൂരിലുള്ള ഈ അക്വേറിയത്തിന്റെ പേര് അക്വേറിയ KLCC എന്നാണ്. ഏതാണ്ട് 80 റിംഗറ്റാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ 1500 രൂപയോളം വരും. വീക്കെൻഡിൽ ടിക്കറ്റ് റേറ്റ് അല്പം കൂടുതലാണ്. പ്രകൃതിയിൽ സൗന്ദര്യമെന്ന വാക്ക് ഉടലെടുത്തത് പൂക്കളിൽ നിന്നും പൂമ്പാറ്റകളിൽ നിന്നുമായിരിക്കണം. പൂക്കൾക്ക് ചലന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ പൂന്തോട്ടങ്ങൾക്ക് ഇന്നത്തേക്കാൾ സൗന്ദര്യമുണ്ടായേനെ. ചലിക്കുന്ന പൂക്കളെ പോലെയാണ് മത്സ്യങ്ങൾ. നിറക്കൂട്ടുകളുള്ള അക്വേറിയത്തിനുള്ളിലൂടെ അവ അങ്ങനെ തെന്നിത്തെന്നി പോകുന്നത് കാണാൻ തന്നെ അവർണ്ണനീയമായ ഭംഗിയാണ്. നല്ല വൃത്തിയായും വെടിപ്പായും ഈ അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചെറുജീവികളും ഭീമാകാരന്മാരായ മത്സ്യങ്ങളും ഉൾപ്പെടെയുള്ള അതിവിപുലമായ ഒരു ശേഖരമുണ്ടിവിടെ. പ്രകൃതിയിലെ ജൈവസമ്പത്തിന്റെ വൈപുല്യം കണ്ടറിയണമെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ ഒരിക്കലെങ്കിലും പോവുക തന്നെ വേണം. പവിഴപ്പുറ്റുകൊണ്ട് അലങ്കരിച്ച ഈ അക്വേറിയത്തിനുള്ളിൽ അലങ്കാരങ്ങൾക്കാണോ മീനുകൾക്കാണോ സൗന്ദര്യമെന്ന് തിരിച്ചറിയുക തന്നെ പ്രയാസം. അലങ്കാരങ്ങളുടെയും മത്സ്യങ്ങളുടെയും സൗന്ദര്യം പല മടങ്ങ് കൂട്ടുന്ന തരത്തിലുള്ള പ്രകാശ സംവിധാനമാണ് ഇതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ അസാധാരണമായ ഒരു ഭാവന അനിവാര്യമാണ്. കണ്ണുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തവയാണ് മിക്കവാറും എല്ലാ കാഴ്ചകളും. അപൂർവങ്ങളിൽ അപൂർവമായ പല ജീവജാലങ്ങളെയും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. കടലിന്റെ അടിത്തട്ടിലെ പവിഴപ്പുറ്റുകളുടെ ലോകത്ത് ജീവിക്കുന്ന പല ജീവജാലങ്ങളെയും ഇവിടെ കാണാം. മത്സ്യങ്ങളെ കൂടാതെ അപൂർവമായ സസ്യജാലങ്ങളുമുണ്ട്. ഇവയൊക്കെ നശിച്ചു പോകാതെ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ വെള്ളം സംശുദ്ധമായി നിലനിർത്തണം. അതിനുള്ള സാങ്കേതിക വിദ്യയും ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ കാണുന്നത് മത്സ്യത്തിന്റെ ഒരു ടവറാണ്. മുന്നിൽ കാണുന്ന കാഴ്ച ഒരല്പസമയത്തേക്ക് നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. ഉള്ളിൽ ഒരു വലിയ മരത്തിന്റെ ആകൃതി, അതിന്റെ പുറത്തുകൂടി സിലിണ്ടറിക്കൽ രൂപത്തിൽ ഒരു ഗ്ലാസ് കൂട്, ഇതിനുള്ളിൽ ആയിരക്കണക്കിന് വലിയ മത്സ്യങ്ങൾ. ഇന്ദ്രജാലം പോലെ അവിശ്വസനീയമായ ഒരു കാഴ്ച.